നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ശ്രീലക്ഷ്മി എംഎസ് ആണ്. ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി ശ്രീ രാജു ഫ്രാൻസിസ് IFS ആണ്. അദ്ദേഹം ഇക്കോ ടൂറിസം ഡയറക്ടറാണ്, കഥാകൃത്താണ്. ഇനി കുറേ വിശേഷങ്ങൾ നമുക്കറിയാം. ആദ്യം ഞാൻ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു രാജു സാറിനെ. സ്വാഗതം സർ. അപ്പോൾ ജനകീയനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് വനം വകുപ്പിലെയൊക്കെ. അതോടൊപ്പം തന്നെ ഒരു കഥാകൃത്താണ്. ഇക്കോ ടൂറിസം ഡയറക്ടർ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കാരണം നമ്മൾ ഈ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് തന്നെ ടൂറിസത്തെക്കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. അത് തന്നെ സാറിൻ്റെ ഒരു എഴുത്തിനെ ഒന്ന് പറഞ്ഞ് നമുക്ക് തുടങ്ങിയാലോ. ഒരു കഥാകൃത്ത് എന്ന നിലയിൽ ഏത് പ്രായം മുതലായിരുന്നു എഴുത്തൊക്കെ? വളരെ വൈകി എഴുതാൻ തുടങ്ങിയ ഒരാളാണ് ഞാൻ. മുന്നേ ഒക്കെ അതിനെ പറ്റി ചെറിയ ചെറിയ എഴുത്തുകളൊക്കെ നടത്തുമായിരുന്നു. എന്നാലും വളരെ വൈകിട്ടാണ് വായനയും വായനയുണ്ടായിരുന്നു ചെറിയ രീതിയിൽ. പക്ഷെ എഴുതാൻ തുടങ്ങിയിട്ട് ഒരു 10 വർഷത്തിൽ കൂടുതലായിട്ടില്ല. കുറ്റിച്ചൂല് വളരെയധികം ശ്രദ്ധ നേടിയിരുന്ന ഒരു കുറ്റിച്ചൂല് ശരിക്കും ഞാൻ എൻ്റെ കൂട്ടുകാർക്ക് വേണ്ടി എഴുതിയ ഒരു കൂട്ടുകാർക്കെന്ന് പറഞ്ഞാല് ഈ ഓൺലൈനില് ഞങ്ങൾക്കൊരു ഗ്രൂപ്പുണ്ട്, വാട്സപ്പ് ഗ്രൂപ്പ് പോലെ. അതിൽ എഴുതി തുടങ്ങി. പിന്നെ അത് എഴുതി തുടങ്ങിയപ്പോൾ തൊട്ട് കുറച്ചും കൂടി പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടി സീരിയസ് ആയിട്ട് എഴുതണമെന്ന് തോന്നി. അങ്ങനെയാണ് അതൊരു കഥ, ഒരു ചെറുകഥ പോലെ ഉള്ള കുറ്റിച്ചൂല് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 3 കഥകളാണ്. ഞാൻ പലപ്പോഴായിട്ട് എഴുതിയിട്ടുള്ള വേറെ 2 കഥകളും പിന്നെ കുറ്റിച്ചൂലും എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെ 3 കൂടി ചേർന്ന ഒരു ചെറിയ ബുക്കാണ്. അതാണ് സൈന്ധവ ബുക്സിന്റെ പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇക്കോ ടൂറിസം ഡയറക്ടറായിട്ടിരിക്കുമ്പോൾ ഉള്ള ഒരു പ്രത്യേകത അല്ലെങ്കിൽ അതിന്റെ ഒരു ഉത്തരവാദിത്തം എത്രത്തോളം തോന്നിയിട്ടുണ്ട്? കേരളത്തിലെ ഒരുപാട് സാധ്യതയുള്ളതാണ് എക്കോ ടൂറിസം. എക്കോ ടൂറിസവും തമ്മിൽ പലപ്പോഴും ആൾക്കാർ ചോദിക്കാറുണ്ട് എന്താണ് വ്യത്യാസം. അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസം ഉണ്ട് നമുക്ക്, അല്ലെങ്കിൽ അഡ്വഞ്ചർ ടൂറിസം ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എന്ത് വ്യത്യസ്തതയാണ് എക്കോ ടൂറിസം എന്ന് പറയുന്നത്? ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ കാണാം, എക്കോ ടൂറിസത്തിൻ്റെ ഒരു 48 തരത്തിലുള്ള വിഭാഗമുണ്ട് ടൂറിസം എന്ന് പറയുന്നത്. ഇക്കോ ടൂറിസം എന്ന് വെച്ചാൽ പ്രകൃതി. അതായത് മനുഷ്യൻ്റെ എലമെന്റ് മാറ്റിയിട്ട് എങ്ങനെയാണ്. അപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഞങ്ങൾ തേക്കടി ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെയ്തിട്ടുള്ള ഒരു ബാംബു റാഫ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള പ്രോഗ്രാം. ഇതിൽ എക്കോ ടൂറിസത്തിനെ വ്യത്യസ്തമാക്കുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. നമ്മളൊരു കടൽ കാണുക, കായൽ കാണുക, അല്ലെങ്കിൽ കാട് കാണുക. അപ്പം അതിൻ്റെ പ്രത്യേകതകൾ ജനങ്ങളെ മനസ്സിലാക്കി കൊടുക്കുന്നതാണ് എക്കോ ടൂറിസം എന്ന് പറയുന്നത്. അവിടെ മനുഷ്യ നിർമ്മിതികൾക്കൊക്കെ 2ാമത്തെ സ്ഥാനമേ ഉള്ളൂ. ഇപ്പോൾ ട്രാവലറും ടൂറിസ്റ്റും തമ്മിലുള്ളൊരു അടിസ്ഥാന വ്യത്യാസം ആൾക്കാർ പറയുക എപ്പോഴും. അത് ജനറലായിട്ടുള്ള ഒരു ബാലൻസിൽ പറയുമ്പോൾ, ടൂറിസ്റ്റ് എന്ന് പറയുക അയാൾ ഇപ്പം നമ്മൾ അമേരിക്കയിൽ പോയാലും രാവിലെ നമ്മൾ പുട്ടോ കടലയൊക്കെ ചോദിക്കും. ട്രാവലർ എന്ന് പറഞ്ഞാൽ ഈ ജസ്റ്റ് ഗോ ദെയർ ടു സക്ക് ദ കൾച്ചർ, അല്ലെങ്കിൽ ഈ പ്രകൃതി കാണാൻ വരുന്ന ആളാണ്. അപ്പോൾ അവർക്ക് മാക്സിമം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇൻ്റർപ്രറ്റ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എക്കോ ടൂറിസം എന്ന് പറയുന്നത്. അതിന് ഈ പറയുന്ന പോലെയുള്ള മുതൽ മുടക്കിൻ്റെ ഒരു ആവശ്യകത ഉണ്ടാവില്ല. ആൾക്കാർക്ക് മിനിമം ടെൻറ്റുകളിലോ അല്ലെങ്കിൽ ചെറിയ വീടുകളിലോ കണ്ട് പ്രകൃതിയെ ആസ്വദിക്കുക. അത് പ്രകൃതി കാട് മാത്രമല്ല, കായലും എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ തന്നെ നമ്മൾ നോക്കിയാൽ കേരളത്തിൻ്റെ 1/3 കാടാണ്. പക്ഷെ കാടിന് പുറത്തും അതുപോലെ തന്നെയുള്ള പ്രകൃതിയും ഉണ്ട്. ഇപ്പോൾ കായലുണ്ട്, കടലുണ്ട്. അവിടെ ഒക്കെ 500-ഓളം ബേർഡ്സുകൾ നമുക്കിവിടെ ഉണ്ട്. ഈ 500 ബേർഡ്സിനെ നമുക്ക് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഏത് സ്ഥലവും ഒരേപോലെ ഇരിക്കും. അപ്പോൾ എക്കോ ടൂറിസം എന്ന് പറയുന്നത് മാക്സിമം വരുന്ന ആൾക്കാർക്ക് പ്രകൃതിയെ പറഞ്ഞു കൊടുക്കുന്നത് ആണ് എക്കോ ടൂറിസം എന്ന് പറയുന്നത്. അപ്പോൾ 2 രീതിയിലുള്ള, ഞാൻ ഡയറക്റ്റ് എക്കോ ടൂറിസം എന്ന് പറഞ്ഞാൽ ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു വിഭാഗമാണ്. അതിലാണ് ഞാൻ ഡയറക്ടർ എക്കോ ടൂറിസം എന്നുള്ള പോസ്റ്റ് ചുമതല വഹിക്കുന്നത്. പക്ഷേ വനം വകുപ്പിന് എക്കോ ടൂറിസം ഉണ്ട്. അത് നടത്തുന്നത് വനം വകുപ്പിൻ്റെ തന്നെ ഉദ്യോഗസ്ഥരാണ്. ബേസിക്കലി ഞാൻ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥനാണെങ്കിൽ ഞാൻ ഡെപ്യൂട്ടേഷനിലാണ് ഇപ്പോൾ
ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥന്റെ നിലയിൽ ഞാൻ ആദ്യം തന്നെ ചോദിച്ചത് സാർ ജനകീയനാണ് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. എങ്ങനെയാണ് അപ്പോൾ അത് പ്രകൃതിയുമായി ഇണങ്ങി കഴിയുന്ന ഒരു ഉദ്യോഗസ്ഥൻ? എല്ലാ ഉദ്യോഗസ്ഥരുമാണ്, ഒരു വിധത്തിൽ പറഞ്ഞ എല്ലാ ഉദ്യോഗസ്ഥരുമാണ്. പലപ്പോഴും ഞങ്ങളുടെ വേറെ എല്ലാം ഇല്ല എന്ന് പറയുന്ന തരത്തില. കാരണം കേരളത്തിൽ ഇപ്പോഴും 30% കാടുകളൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് പല സ്ഥലങ്ങളിലും നമ്മൾ വേണ്ട എന്ന് പറഞ്ഞത് കൊണ്ടാണ്. പക്ഷേ ഇപ്പോൾ എക്കോ ടൂറിസത്തിൽ എടുത്താൽ തന്നെ അറിയാം, ഒരു വർഷം വനം വകുപ്പ് 50 കോടി രൂപയോളം എക്കോ ടൂറിസത്തിൽ സമാഹരിക്കുന്നുണ്ട്. ഏകദേശം 2,500 പേർക്ക് ഈ 50 കോടിയിൽ 48 കോടി രൂപയും ജനങ്ങളുടെ ശമ്പളമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്നും പൊതുധാരയിലെ ആൾക്കാരെ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്. അപ്പോൾ ഒരു വിധത്തിൽ പറയാൻ ഞാൻ മാത്രമല്ല, എല്ലാ ഉദ്യോഗസ്ഥരും ജനകീയരാണ്. അവർ സ്വന്തമായിട്ട് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ ഒരു DFO ലെവലിൽ എടുത്താലേ അയാളെ ചുറ്റിപ്പറ്റി ഇപ്പോൾ വാഴച്ചാൽ എടുത്താൽ തന്നെ അറിയാം 400 പേരോളം ആൾക്കാർക്കാണ് അവരവിടെ ജോലി കൊടുക്കുന്നത്. പെരിയാർ എടുത്താലും അതുപോലെ തന്നെ, മൂന്നാർ എടുത്താലും. അപ്പോൾ തദ്ദേശീയരായിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ ജോലികൾ പ്രദാനം ചെയ്യുന്ന ഒരുപാട് സർവീസുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ചെയ്യുന്നുണ്ട്. ഒപ്പമാണ് ഈ മാൻ ആനിമൽ കോൺഫ്ലിക്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ സമയങ്ങളിലൊക്കെ പ്രതിസ്ഥാനത്തേക്ക് വരുന്നത്. പക്ഷെ അല്ലെങ്കിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും വനംവകുപ്പും ഒരുപാട് നല്ല കാര്യങ്ങൾ പലപ്പോഴും പ്രകൃതി നമുക്ക് അല്ലെങ്കിൽ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം നഷ്ടപ്പെടുന്നു എന്ന് പലപ്പോഴും നമ്മളെല്ലാം ഘോരഘോരം പറയുന്ന ഒരു കാര്യം തന്നെയാണ്. ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ എപ്പോഴെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടോ, പ്രകൃതിയുടെ ഒരു ശരിക്കുള്ള ഭംഗി നഷ്ടപ്പെട്ടു പോയി എന്ന് തോന്നുന്നുണ്ടോ? പ്രകൃതി കാരണം ഓരോ യാത്രയും ഒരു തരത്തിൽ പൊല്യൂഷൻ ആണ്. നമ്മളിപ്പോൾ മൂന്നാർ യാത്ര ചെയ്യുക എന്ന് വിചാരിക്കുക. ഞാൻ മൂന്നാർ DFO ആയിരുന്നു ഇതിനു മുന്നേ. ഞാൻ കാണുന്ന വഴിയോരങ്ങളിലൊക്കെ ടൺ കണക്കിനാണ് നമ്മൾ വേസ്റ്റുകൾ പലപ്പോഴായിട്ട് ആൾക്കാർ ഡിസ്പോസ് ചെയ്യുന്നത്. പലപ്പോഴും ഇപ്പോൾ ഭക്ഷണം വീട്ടുകാർ ഉണ്ടാക്കുന്നു, കൊണ്ടുപോകുന്ന പ്ലേറ്റിലല്ല, പ്ലാസ്റ്റിക്കുകളിലൊക്കെയാണ് കൊണ്ടുപോയി അലക്ഷ്യമായിട്ട് തന്നെ മനഃപൂർവ്വം വലിച്ചെറിയണം. അപ്പോൾ എക്കോ ടൂറിസം അല്ലെങ്കിൽ കാട് കാണാൻ പോകുന്നവർ അതിൽ അവശേഷിപ്പിക്കുന്ന ആ ഒരു അവരുടെ പാഴ് വസ്തുക്കളാണ് ശരിക്കും നമ്മൾ പ്രകൃതി നശിപ്പിക്കുന്നത്. ഇപ്പോൾ കേരളത്തിൽ മുഴുവൻ നമ്മൾ വേസ്റ്റാക്കിയിട്ട് കേരളം കാണാൻ പഴയ കേരളം കാണാൻ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഗോവയിൽ പോയിട്ട് പഴയ കേരളം തപ്പി നടക്കുകയാണ്. സ്വന്തമായിട്ട് ഇത്രയും പ്രകൃതി കനിഞ്ഞ് നൽകിയിട്ടുള്ള ഒരു ഭൂമിയെ നശിപ്പിച്ചിട്ട് ഇത് കേടായി കഴിയുമ്പോൾ അടുത്ത സ്ഥലത്തേക്ക് യാത്രകൾ പോവുകയാണ്. ഇപ്പം മഹാരാഷ്ട്രയിൽ പോവുക, അല്ലെങ്കിൽ വില്ലേജുകൾ തേടി പോവുക. പഴയ കേരളം ഇങ്ങനെയാണ് ഇരുന്നതെന്ന് പറയുന്നത്. സ്വന്തം സ്ഥലം തന്നെ ആവശ്യത്തിൽ കൂടുതൽ നാശം കൊടുത്തിട്ടാണ് ആൾക്കാർ പോകുന്നത്. അപ്പം പ്രകൃതിയെ നശിപ്പിക്കുക എന്ന് പറയുന്നത് മൃഗങ്ങളെന്ന് ലിറ്റർ ചെയ്യുന്നില്ല, നമ്മളാണ്, മനുഷ്യരത് തന്നെയാണ് ഈ കൊണ്ടുവന്ന് പ്ലാസ്റ്റിക്. അപ്പം നമ്മൾ തന്നെ മാറ്റം വരുത്തിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. എവിടെ ഇപ്പോൾ എറണാകുളത്ത് തന്നെ ചെന്നാൽ കാണാൻ കണ്ടൽ കാടുകൾ, അത് മനഃപൂർവ്വം തന്നെ നമ്മൾ വലിച്ചെറിയുകയാണ്. കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിച്ചെറിയും. അത് നിർത്തിയാൽ തന്നെ ഇത് നന്നാകാവുന്നതേ ഉള്ളൂ. ശരിക്കും ടൂറിസം എന്ന് പറയുന്നത് കേരളത്തിന്റെ പൊല്യൂട്ടൻസ് വേസ്റ്റ് എടുത്ത് മാറ്റിയാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഈ കേരളത്തിലെ ഇക്കോ ടൂറിസത്തിന്റെ ഒരു സാധ്യത എത്രത്തോളം ഉണ്ട് സത്യത്തിൽ? അപ്പൊ നമ്മൾ തെന്മല കേൾക്കുന്നുണ്ട് ഒരുപാട് വാർത്തകൾ. തെന്മല ടൂറിസം വകുപ്പിന്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്. അനന്തമായിട്ടുള്ള സാധ്യതയാണ് നമുക്ക് എക്കോ ടൂറിസത്തിനുള്ളത്. കാരണം ഞാൻ മുന്നേ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഏകദേശം 500ഓളം കൈൻഡ് ഓഫ് ബേർഡ്സ് നമുക്കുണ്ട്. ബട്ടർഫ്ലൈസ് ഉണ്ട്, 350ഓളം ചിത്രശലഭങ്ങളുണ്ട് ഇൻഡിജീനിയസ് ആയിട്ടുള്ള. ഏകദേശം കേരളത്തിന്റെ 1/3 കാടാണ്. ഇത് തന്നെ മതി നമുക്ക് ആൾക്കാരെ കാണിച്ചു കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് ജനങ്ങൾക്ക് ഒരു നല്ല ഇന്റർപ്രറ്റേഴ്സ് ആവുക എന്നുള്ളതാണ്. HR-ലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ ഉള്ള വനം വകുപ്പിൽ ഇപ്പം നമുക്ക് പെട്ടെന്ന് പറഞ്ഞാൽ എന്താണ് സഡനായിട്ട് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 3-4 പ്രയോറിറ്റികൾ നമുക്ക് പറയാം. ഒന്ന്, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതേപോലെയുള്ള സ്ഥലങ്ങളിലുള്ള പൊല്യൂട്ടൻസുകൾ മാറ്റുക. 2, പോകുന്ന എക്കോ ഗൈഡുകൾക്ക് കൂടുതൽ ഇന്റർപ്രിട്ടേഷൻ സ്കില്ലുകൾ കൊടുക്കുക. കാരണം ഒരു വനയാത്രയിൽ പോകുമ്പോൾ അവിടെ പലപ്പോഴും വനയാത്രയുടെ എക്സൈറ്റ്മെന്റ് ആനയെ അല്ലെങ്കിൽ കടുവ അല്ലെങ്കിൽ അതുപോലെയുള്ള മൃഗങ്ങളെ കണ്ടിട്ടാണ് എക്സൈറ്റ്മെന്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ മുന്നിൽ കൂടി പാറിപ്പോകുന്ന ഒരു തുമ്പിയുടെ പ്രത്യേകത ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കാൻ എക്കോ ഗൈഡിന് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ദൂരെ ഇരിക്കുന്ന ഒരു ബേർഡ്
പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ഈ ടൈഗറിനെ കണ്ട എക്സൈറ്റ്മെന്റ് തന്നെ നമുക്ക് ഇതിലും കൊണ്ടുവരാൻ പറ്റും. അത് കൊടുക്കാൻ പറ്റാതെ വളരെ കാഷ്വലായിട്ടുള്ള യാത്രകൾ അവസാനിപ്പിച്ച് ഓരോ യാത്രയും ഓരോ എക്സ്പീരിയൻഷ്യലായിട്ടുള്ള ഒരു അനുഭവമാക്കി മാറ്റുമ്പോഴാണ് യഥാർത്ഥത്തിൽ എക്കോ ടൂറിസം. പലപ്പോഴും നമ്മളുടെ യാത്രകൾ അതിന്റെ സാധ്യതകളൊന്നും കണക്കിലെടുത്താണില്ല, അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കാതെയാണല്ലേ വെറുതെ ഒന്ന് യാത്ര ചെയ്തു. യാത്രകൾ പാട്ട് പാടാനും എന്തെങ്കിലുമൊക്കെ കഴിക്കാനും ഭക്ഷണം കഴിക്കാനും ഒക്കെ ആയിട്ട് തീർന്നു പോവുകയാണ്, വേസ്റ്റ് വെച്ചാൽ പോവുകയാണ്. അതിനുപരിയായിട്ട് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള മരങ്ങളെ കുറിച്ചിട്ട് അറിയാനും അങ്ങനെയുള്ള യാത്രകളാകുമ്പോഴാണ് രണ്ടും കൊടുക്കൽ വാങ്ങൽ പൂർണ്ണമാകുന്നത്. അല്ലാതെ നമ്മൾ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു പോയി ഇത്രയും കാർബൺ എമിറ്റ് ചെയ്ത് ഇത്രയും വേസ്റ്റ് അവിടെ കൊണ്ടുപോയിട്ട് എന്തിനാണ് നമ്മൾ പോയത്? കാറിനകത്തിരുന്ന് മുഴുവൻ ഒച്ചയും ബഹളവും ഉണ്ടാക്കി കൂവി വിളിച്ച് തിരിച്ചു പോരുമ്പോൾ എന്തിനാ അത്രയും ദൂരം പോയി എന്നുള്ളതിനെ കുറിച്ചിട്ട് പലപ്പോഴും കാടിറങ്ങി വരുന്ന ആനകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്ത് തോന്നിയിട്ടുണ്ട് സാറിന് നാടും കാടുമായിട്ടുള്ള ബന്ധം? ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് ഇതിനു മുമ്പ് ഞാൻ DFO മൂന്നാറിലായിരുന്നപ്പോഴാണ് നമ്മുടെ അരിക്കൊമ്പനും ഒക്കെ ഉള്ള സ്ഥലത്ത് പടയപ്പൊക്കെ ഉള്ളത്. ഞാൻ അവിടുത്തെ DFO ആയിരുന്നു. പലപ്പോഴും ആനകളുടെ ഏറ്റവും കൂടുതൽ അവർക്ക് കാഴ്ചകൾ കിടന്ന് അവർക്ക് സൈറ്റ് ക്ലിയർ ഡസ്റ്റ് ടൈമിലാണ്. നമുക്ക് കാഴ്ചകളുടെ പരിമിതി വരുന്നതും ഡസ്റ്റ് ടൈമിലാണ്. വെളുപ്പാൻ കാലത്ത് അവിടെ ഞാനുള്ളപ്പോഴുള്ള അപകടങ്ങൾ നടന്നിട്ടുള്ളത് ബൈക്ക് റൈഡേഴ്സ് വന്ന് മുന്നിൽപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ രാവിലെ ആൾക്കാർ ജോലി സ്ഥലങ്ങളിൽ പോകുമ്പോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്രോപ്പ് റൈഡ് ചെയ്യാൻ വരുന്ന സമയങ്ങളിലൊക്കെ ആൾക്കാർക്ക് പ്ലാന്റേഷനിൽ പോയപ്പോഴൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഞങ്ങൾ ആ സമയത്ത് ചെയ്തത് ഇതിൻ്റെ പ്രസൻസ് ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു വാട്സപ്പ് കൂട്ടായ്മകളുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്താണ് അരിക്കൊമ്പൻ നിപ്പുണ്ട്, അല്ലെങ്കിൽ ചില്ലിക്കൊമ്പൻ നിപ്പുണ്ട്, അല്ലെങ്കിൽ പടയപ്പ, അല്ലെങ്കിൽ ഇവരുടെ ലൊക്കേഷൻസ് എല്ലാ ആൾക്കാർക്കും ഒരേ സമയം അറിയിക്കുക എന്നുള്ളതാണ്. ഏറ്റവും നല്ലത് നോളജ് ആ സമയത്തുള്ള ആ ഇൻഫോർമേഷൻ ഡിസിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ആൾക്കാർക്ക് ഇന്ന ആന ഇവിടെ നിപ്പുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കാര്യങ്ങൾ ഒരു വിഭാഗം വരെ ഒരു പരിധി വരെയും നമുക്കത് കുറയ്ക്കാൻ പറ്റും. രണ്ടാമത്തത് ആനയുടെ ഹാബിറ്റാറ്റിൽ വന്നിട്ടുള്ള പ്രശ്നങ്ങളാണ്. അതായത് അവരുടെ ആവാസ വ്യവസ്ഥ, അവരുടെ ഹോം ഗ്രൗണ്ട് എന്ന് പറയുന്നത്, അതിൽ ഇപ്പോൾ വന്നിട്ടുള്ള മാറ്റങ്ങളാണ്. പലപ്പോഴായിട്ട് അവിടെ റോഡുകൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്, നമ്മൾ ഹോട്ടൽസുകൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആൾക്കാരുടെ ഇൻഫ്ലക്സ് കൂടുതലാണ്, തദ്ദേശീയരായിട്ടുള്ള ആൾക്കാരല്ലല്ലോ. ഇപ്പം മൂന്നാറിലൊന്ന് നോക്കിയാൽ മൂന്നാറിലുള്ള ആൾക്കാരുടെ എത്രയോ ഇരട്ടിയായിരിക്കും, ഇരട്ടി ആൾക്കാരായിരിക്കും ആൾക്കാരവിടെ പോകുന്നത്. ഇതെല്ലാം ഒരു തരത്തിൽ അവരെ ബാധിക്കുന്നുണ്ട്. ഈ സ്പീച്ച്ലെസ് ആയിട്ടുള്ള ക്രീച്ചേഴ്സിനെ ബാധിക്കുന്നുണ്ട്. നോയ്സ് വലിയ ഒരു ഇഷ്യൂ ആണ്. അവരുടെ ഫീഡിങ് ഗ്രൗണ്ട്, അതായത് ഹോം ഗ്രൗണ്ട് എന്ന് പറയും. എനിക്ക് ഏകദേശം 75,000 കാലറിയോളം ഭക്ഷണം വേണം എന്ന് പറയും. നമുക്ക് 2000-ൻ്റെ അടുത്ത് മതി. അപ്പോൾ ഇത് കിട്ടുന്നുണ്ടോ? അവർക്ക് നമ്മളെ പോലെ തന്നെ പ്രോട്ടീൻ വേണം, ഫാറ്റ് വേണം, അങ്ങനെയാണ് പറയുന്നത്. കാർബോഹൈഡ്രേറ്റ്സ് വേണം. നമ്മളെ പോലെ തന്നെയാണ് അവർക്കും വേണ്ടത്. അപ്പം ഇത് കിട്ടുന്നുണ്ടോ? ഇവർ നറിഷ്മെന്റ് കറക്റ്റ് ആണോ? ഇതൊക്കെ സ്റ്റഡി ചെയ്യേണ്ട സാധനങ്ങളാണ്. അവർക്ക് വെള്ളത്തിനേക്കാൾ ഉപരിയായിട്ട് അവർക്ക് അവരുടെ ഫോറേജ് ചെയ്യാനുള്ള സ്ഥലമുണ്ടോ? ഇതൊക്കെ ഒരു ഇതിലെല്ലാം ഇതൊന്നും അവരുടെ ഭാഗത്തുനിന്ന് നമ്മൾ കാണുന്നത്. നമ്മൾ ഡെവലപ്മെൻറ്റ് സൈഡിൽ നോക്കുമ്പോൾ ഇവർ മാറി നിൽക്കുകയാണല്ലോ. അപ്പോൾ അവർക്ക് ഇപ്പോൾ ഉദാഹരണം ചിന്നക്കനാൽ എന്ന് പറഞ്ഞ സ്ഥലം പണ്ട് കാലത്ത് നമ്മൾ ഈ ഒരു ടൂറിസം ബൂം വരുന്നതിന് മുമ്പ് തന്നെ ആനകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന അരിക്കൊമ്പനൊക്കെ. പക്ഷെ ഇത് വന്നു കഴിഞ്ഞപ്പോൾ അവരെ എവിടെയാണ് അവരെ മാറിപ്പോയത്, അവർക്ക് എത്രത്തോളം മാറിപ്പോകാൻ പറ്റിയിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതെല്ലാത്തിനും സമഗ്രമായിട്ടുള്ളൊരു പഠനം നടത്തിയാൽ മാത്രമേ നമുക്ക് ഇതിനകത്തൊരു ആൻസർ. ഓരോ മൃഗങ്ങൾക്കും അതിന് എണ്ണമുണ്ടല്ലോ. ഇപ്പൊ കാട്ടിൽ ഇത്ര മൃഗങ്ങളുണ്ട്, ഇപ്പൊ പുലിയാണെങ്കിലും കടുവയാണെങ്കിലും നമുക്ക് ഇത്രത്തോളം ഉണ്ട്. പക്ഷെ അത് ഓരോ വർഷവും ഇത് കൃത്യമായ ഒരു സ്റ്റഡി നടത്തുന്നുണ്ട്. ഏകദേശം 1800-1800 ആനകൾ നമുക്കുണ്ട്, 230 ടൈഗേഴ്സ് ഉണ്ട്. അതുപോലെ സെൻസസ് നടത്താറുണ്ട്. പലപ്പോഴും ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒരു ആനയുടെ പ്രശ്നം വരുമ്പോൾ പറയാറില്ലേ,
ഇതാണോ അല്ല നമുക്ക് കൂടുതലാണ് അല്ലെങ്കിൽ നമുക്ക് കുറവുണ്ട്, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള സംസാരങ്ങൾ ഉണ്ടാകുന്നത്? അതിനെ പറ്റി നമുക്കിപ്പോ വയനാട് ലാൻഡ്സ്കേപ്പ് എടുത്താൽ വയനാട് ഇതിന്റെ മൈഗ്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ നടത്തുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരേപോലെ വേണം നടത്താനായിട്ട്. നമുക്ക് ഇപ്പൊ ടൈഗറിന്റെ കേസിലാണെങ്കിലും ഒരു ഹോം ടെറിട്ടറി ഉണ്ടാവാം. ചിലപ്പോൾ ഇത് ചെറിയ പ്രായത്തിൽ ഇവൻ പുതിയ ടെറിട്ടറി ഉണ്ടാക്കാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങുന്നുണ്ടാവും. അതൊക്കെ ഇതിനകത്ത് ഫാക്ടറാണ്. പക്ഷെ ഇതിനൊക്കെ സയന്റിഫിക് ആയിട്ടുള്ള സ്റ്റഡി വൈൽഡ് ലൈഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയും വനംവകുപ്പും ഒക്കെ ചേർന്ന് നടത്താറുണ്ട്. അത് വെച്ചിട്ടാണ് അസംഷൻസ് നമുക്ക് ഉണ്ടാകുക, അല്ലെങ്കിൽ അസംഷൻസ് അല്ല, സെൻസസുകൾ പൂർത്തിയാകുകയും ചെയ്യുന്നത്. സാർ, ഇപ്പോൾ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള പറയാണ് മരങ്ങൾക്കും പ്രാധാന്യങ്ങളുണ്ട് അല്ലേ? അപ്പം നല്ല ചന്ദന മരങ്ങൾ കാണും. അപ്പോൾ അത്രയും ഉത്തരവാദിത്വം വളരെ കൂടുതലാണല്ലോ. ഏറ്റവും കൂടുതൽ ഒരു വെല്ലുവിളി നേരിട്ട ഒരു പ്രശ്നം എന്തായിരിക്കും? ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥൻ. ഞാൻ ഒരു കാലത്ത് ചന്ദനത്തിന്റെ DFO ആയിരുന്നു, മറയൂരിലെ DFO ആയിരുന്നു, റേഞ്ച് ഓഫീസർ ആയിരുന്നു അവിടെ തന്നെ. ചന്ദനത്തിന് മാത്രമല്ല, എല്ലാ മരങ്ങൾക്കും പ്രകൃതിയെ അവർക്ക് ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ. ചന്ദനത്തിൻ്റെ നമുക്ക് കൂടുതൽ അതിൻ്റെ വിപണന സാധ്യതയാണ്. അല്ലാണ്ട് പ്രകൃതിയിൽ നോക്കുമ്പോൾ അതിന് എത്രത്തോളം കോൺട്രിബ്യൂഷൻ മറ്റുള്ളവരെ പോലെ തന്നെയായിരിക്കുള്ളൂ. ചന്ദനത്തിന് ഏറ്റവും വലിയ പ്രശ്നം അത് പെട്ടെന്ന് അത് മോഷ്ടിച്ചുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. മരങ്ങൾ വെട്ടി മാറ്റുന്ന സമയം നമുക്കറിയാലോ. ഏകദേശം ഒരു മരം വെട്ടുന്നതിന് ഇത് നിമിഷ നേരം കൊണ്ട് മുറിച്ചുകൊണ്ട് പോകാൻ പറ്റും. അതിൻ്റെ കിലോയ്ക്കാണ് വില വരുന്നത്. അപ്പോൾ അതൊരു വലിയ ടാസ്ക്കാണ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത്. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് സ്റ്റാഫ് ഒരു ഭാഗത്തു നിന്ന് പെട്രോൾ ചെയ്ത് പോയി തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ മരം വീഴാതിരിക്കാൻ ചില്ലകളെല്ലാം വലിച്ച് കെട്ടിയിട്ട് കാതൽ മാത്രം തടി മാത്രം കൊണ്ടുപോയിട്ടുള്ള സംഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അത് സംരക്ഷിക്കാനായിട്ട് കേരളത്തിൽ അന്ന് സമയത്ത് ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് എനിക്കറിയാം അന്ന് 50,000 ആണ്. സ്വാഭാവികമായിട്ട് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ചന്ദന മരങ്ങൾ നിൽക്കുന്നത് മറയൂരാണ്. അത് ഒരു വനംവകുപ്പിൻ്റെ ഒരു പ്രസ്റ്റീജ് പോലെയാണ് നമ്മൾ അതിനെ. കാര്യം കർണാടകത്തിലില്ല, വീരപ്പൻ്റെ സമയത്തുള്ളപ്പോൾ അവർക്ക് അതെല്ലാം മുറിച്ച് മാറ്റിയിട്ടുണ്ട്. തമിഴ്നാട്ടിലില്ല ഇതേപോലെ. കേരള വനംവകുപ്പ് എന്ന് പറയുന്നത് അതൊരു ചലഞ്ച് പോലെ എടുത്തിട്ടാണ് അതിനെ സംരക്ഷിക്കാൻ ഏറ്റവും നന്നായിട്ടാണ് അതിനെ നമ്മൾ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്. എങ്കിലും ഒരു വലിയ വെല്ലുവിളിയാണ് അല്ലേ? അവിടെ ഉള്ള ഓരോ ആൾക്കാർക്കും, അവിടെയുള്ള ഞങ്ങളുടെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസേഴ്സ്, വാച്ചേഴ്സ് തൊട്ട് DFO വരെയുള്ള ആൾക്കാരാണ് ഫീൽഡ് ലെവലിൽ നിൽക്കുന്നത്. അവർക്ക് തീർത്തും ഒരു വെല്ലുവിളിയാണ്. ഓരോ ദിവസവും എത്ര മരം അന്ന് സംരക്ഷിച്ചു എന്നുള്ളതല്ല, പോയി എന്ന് പറയുന്ന പോയിന്റിലാണ് നമ്മൾ അത്രയും ദിവസത്തെ ഇത് ഫ്യൂട്ടൈലായി പോകുന്നത്, അല്ലെങ്കിൽ പഴി കേൾക്കേണ്ടി വരുന്നത്. മരം പോയി എന്നുള്ള മരം സംരക്ഷിച്ചു എന്നുള്ളതല്ല, ഒരു മരം. കാരണം ഒരു മരം പോയാൽ അത് വലിയ വീഴ്ചയായി മാറും. അത് വീഴ്ചയായിട്ട്. ഓക്കെ, ഈ എപ്പോഴെങ്കിലും വിചാരിച്ചിട്ടോ ഇപ്പൊ തന്നെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവാം മരങ്ങളുടെ ആണെങ്കിലും കിളികളിലും പക്ഷികളിലൊക്കെ അല്ലെ, ഒരുപാട് അനുഭവങ്ങൾ. ഇതൊക്കെ എഴുത്തിനെ സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എഴുത്ത് ഞാൻ ഒരിക്കലും കാർഡ് എഴുതിയിട്ടില്ല. അങ്ങനെ എഴുതണമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഒരു സർവീസ് സ്റ്റോറി പോലെ. സർവീസ് സ്റ്റോറികൾ ഒരുപാട് എഴുതുന്നുണ്ട് ഇപ്പോൾ ആൾക്കാർ. കാർഡിറക്കം എഴുതിയിട്ടുണ്ട്, കാർഡ് റിവ്യൂ, അങ്ങനെ ഒരുപാട് ആൾക്കാർ നന്നായിട്ട് നല്ല നല്ല ആൾക്കാർ അനുഭവക്കുറിപ്പുകൾ വരുന്നുണ്ട്. ആൾക്കാരും ഒരുപാട് വായിക്കുന്നുണ്ട്. എന്തുകൊണ്ട് എനിക്ക് എൻ്റെ കുറ്റിച്ചൂല് എൻ്റെ നാട്, ഞാൻ ചേർത്തലയാണ്, എൻ്റെ നാട്ടിലുള്ള കഥയാണ്. ഞാനിപ്പോൾ എഴുതിയിരിക്കുന്ന കഥകളെല്ലാം ഇന്ന് പറഞ്ഞിട്ട് എനിക്ക് കാർഡ് എഴുതരുതെന്നുള്ളതല്ല, എപ്പോഴെങ്കിലും എനിക്ക് എഴുതണമെന്നുണ്ട്. പക്ഷേ നാടാണല്ലോ, നാട്ടിലൊക്കെ നമ്മുടെ ഭൂമിക നമ്മൾ കുറച്ചും കൂടി ഫെമിലിയർ ആയിട്ടുള്ള ഭൂമികയിൽ എഴുതുക എന്നുള്ളതാണ്. കാടിനെ കുറിച്ചല്ല, അതിന്റെ നാട്ടിലെ ഒരാളും അയാള് കാത്തു സൂക്ഷിക്കുന്ന ഭാര്യയെ കുറിച്ചിട്ടുള്ള കഥയാണ് കുറ്റിച്ചൂലി. ഇനി എഴുതണമെങ്കിലും കാടിനെ കുറിച്ച് എഴുതാൻ ആഗ്രഹിക്കുന്നില്ലേ? കാടുണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങള് മറ്റുള്ളവരെ പോലെ തന്നെ എനിക്കുമുണ്ട്. കിളികള്, ഞാൻ ഒരിക്കലും ഒരു രസകരമുള്ള എന്ന് വെച്ചാല്, ഞങ്ങൾ ഒരിക്കല് തേക്കടിയിൽ ആയിരുന്നപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുവാണ്. കൊള്ളക്കാർ അവിടെ നിന്ന് വെടിവെക്കുന്നുണ്ട്. പക്ഷെ മലയുടെ മേളിലായതുകൊണ്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്തില്ല. സ്കെയർ ചെയ്യാന്നുള്ള നമ്മളുടെ ഈഗോയും ഹർട്ട് ചെയ്യുകയാണ്. കാരണം നമ്മളുടെ കാട്ടിൽ എതിരെ വെടിവെക്കുക എന്ന് പറയുന്നത്. അപ്പം അവരെ പിടിക്കാനായിട്ട് അവര് അപ്പുറത്ത് തമിഴ്നാട്ടിലേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ
ഒരു സൈഡിൽ കൂടി വേറെ സൈഡിൽ കൂടിയിട്ട് ഇറങ്ങിയിട്ട് ജീപ്പിൽ വരുവാണ്. അപ്പോൾ ആ സമയത്ത് തമിഴിലെ തേവന്മാരുടെ ഒരു ഗ്രൂപ്പിനെ ഞങ്ങൾ വനം വകുപ്പിൽ വന്ന് അവർ കീഴടങ്ങി. നമ്മളുടെ തന്നെ ടൂറിസം എക്കോ ഗൈഡ്സ് ആയിട്ടൊക്കെ നമ്മളോട് പ്രവർത്തിക്കുന്നത്. വിഡിയൽ എന്ന് പറഞ്ഞാൽ ഞാനൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരായിട്ട് അപ്പോൾ തമിഴ്നാട്ടിലെത്തി. അപ്പോൾ മല ഇറങ്ങി വരുവാണ്. പെരിയാറിൽ നിന്ന് മല ഇറങ്ങി വരുന്ന കൊള്ളക്കാരെ പിടിക്കാൻ ഞങ്ങൾ വേറെ വഴി എടുത്ത് പോയിക്കണം. അപ്പോൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഈ മുൾക്കാടുകളാണ്, വരണ്ട മുൾക്കാടുകളാണ്. വഴികൾ പലതുപോലെയാണ്, നമ്മൾ സിനിമയിലെ കാണുന്ന പോലെ ആടിനെ മേയ്ക്കുന്നതൊക്കെ. അപ്പോൾ ഞങ്ങളെ വഴി കാണിക്കാനായിട്ട് ഈ തമിഴ്നാട്ടിലുള്ള അയാളാണ് കൂടെ ഉള്ളത്. പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നുമായിരിക്കും, അല്ലെങ്കിൽ അപ്പോൾ ഓരോ വഴിയിൽ കൂടിയിട്ട് പോവുകയാണ്. അപ്പം നമുക്ക് മെയ്സ് ഓഫ് പാത്താണ്. അപ്പോൾ അത് നമുക്ക് അറിയത്തില്ല, ഏത് വഴി പോയാലും ഒരേപോലെ ഇരിക്കും. അപ്പോൾ കുറേ ദൂരം പോകുമ്പോൾ ഇയാൾ ഇന്ന വഴി സാർ എന്ന് പറഞ്ഞിട്ട് വിടുവാണ്, നമ്മൾ പോവാണ്. പോയി ഒരു പോയിന്റിലെത്തുമ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ സാർ കിളി ചൊല്ലണത് കേട്ടില്ലേ? അപ്പോൾ കിളി എവിടെ നിന്ന് കിളിയാണ് നമ്മളെ നയിക്കുന്ന പോലെ. ശരി, എന്തെങ്കിലും ആയിക്കോട്ടെ, കിളി എങ്കിൽ കിളി എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഏത് പോയിന്റിൽ ഇവരെ പിടിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെ ഒരു പെർട്ടിക്കുലർ സ്ഥലത്ത് ചെന്നപ്പോൾ ഇയാൾ പറഞ്ഞു, സാർ ഇവിടെ നമുക്ക് സെറ്റ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ആംബുഷ് ക്രിയേറ്റ് ചെയ്ത് ഇരിക്കുവാണ്. പറഞ്ഞു തീർന്ന അരമണിക്കൂറിനുള്ളിൽ ആദ്യത്തെ ആളെ കിട്ടി. അയാളെ ഇത് ചെയ്ത് അയാളെ പൂത്തി വെച്ച് വെക്കണം, മാറ്റി വെച്ച് അടുത്ത 3 പേരെ അങ്ങനെ കിട്ടി. വായിലെല്ലാം കാര്യം വന്നുകൊണ്ടിരിക്കുകയാണെന്നാണ് നമ്മുടെ വിചാരം. ഇയാൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, സാർ ഇനി കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് പറഞ്ഞു, അടുത്തത് നിന്നെയാണ് നമ്മൾ ശരിയാക്കാൻ ഉണ്ടായ എവിടെ ഇരുന്നോന്ന് പറഞ്ഞു. ആ ഇരിപ്പ് നമ്മൾ വെളുപ്പിനെ വരെ, അതായത് ഒരു വൈകുന്നേരം 6 മണിയോ 7 മണിയോ തൊട്ട് 6 മണി സന്ധ്യക്ക് മുന്നേ തന്നെ ഞങ്ങൾ ചെയ്യാം. പിറ്റേ ദിവസം വരെയും ഞങ്ങളായിരിക്കും. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതായത് ഒരു കിളിയാണ് അല്ലെങ്കിൽ കാടാണ് ഒരാളുമായിട്ട് കൺവേഴ്സ് ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു ഇതുണ്ടല്ലോ. അയാളുടെ അടുത്ത് പറഞ്ഞാൽ കിളി ചൊല്ലിയതാണ്, ഇനി ആള് വരില്ല, ആള് കേട്ടില്ല, നടക്കുവാണ്. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇതിനെ എങ്ങനെയാണ് നമ്മൾ സയൻസുമായിട്ട് കോറിലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. പക്ഷെ ഇതൊക്കെ ഞാൻ നേരിട്ട് അനുഭവിച്ച കാര്യങ്ങളാണ്. അപ്പം ഇന്നും കാടിന്റെ മക്കൾ അത് തന്നെയാണ് ശരിക്കും. കാട് അനേകം രീതിയിൽ നമ്മൾ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ഈ ട്രെയിനിൽ കൂടി നടന്നിട്ടുള്ള മെഡിറ്റേഷൻസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം കാടിന് ഒരുപാട് രീതിയിൽ നമ്മളുമായിട്ട് കൺവേഴ്സ് ചെയ്യുന്നുണ്ട്. നമുക്ക് തിരിച്ചത് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ്. ചില ആൾക്കാർക്ക് അത് മനസ്സിലാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതുപോലുള്ള അനുഭവങ്ങൾ ഇത് ഒരു റിയാലിറ്റിയുടെ ഇടയിൽ കൂടി പോകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ വെച്ച് ഞാൻ കൂടുതൽ ഫിക്ഷനാണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ ഫിക്ഷൻ അതിൻ്റെതായുള്ള സ്വാതന്ത്ര്യവും ഉണ്ട്. നമ്മളിപ്പോ പ്രോപ്പറായിട്ടുള്ള ഫാക്ട്സുകളിലോട്ട് ഇത്തരം അനുഭവങ്ങൾ കൂട്ടിയിണക്കിയ ഒരു സ്റ്റോറി ഉണ്ടായേക്കാം. ഇത് അല്ല, എനിക്ക് എഴുതും ഡെഫിനറ്റ്ലി. ഇപ്പോഴും എഴുതുക, പിന്നെ എപ്പോഴെങ്കിലും എഴുതുകയെന്നൊന്നും അറിയില്ല. എഴുതണമെന്നുണ്ട്. ഇങ്ങനെ അത് ഒരു സർവീസ് സ്റ്റോറി ഒന്നുമല്ല. സർവീസ് സ്റ്റോറികൾ നമുക്ക് മാത്രമേ പ്രത്യേകതയുള്ളൂ. നമ്മുടെ സർവീസ് സ്റ്റോറി അനുഭവങ്ങളെ എന്താണ് ഫിക്ഷനലൈസ് ചെയ്തിട്ട് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം. കാട് ഇത്രയും അടുത്ത് അല്ലെങ്കിൽ കുറെ നാളായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുമ്പോൾ കാടിനെ മനസ്സിലാക്കിയത് എന്താണ് സർ? കാട് ഒരു സ്പീച്ച്ലെസ് ആയിട്ടുള്ള, അത്ര 1000 കണ്ണുകളുള്ള, അത്ര 1000 മരങ്ങളുള്ള അത്ര ആത്മാവുള്ള ഞാനൊരു റൈറ്ററിന്റെ പെർസ്പെക്റ്റീവിൽ പറഞ്ഞാൽ, സയൻസിൽ പോയാൽ ട്രീ ഡോമിനേറ്റഡ് കമ്മ്യൂണിറ്റി, സബ്സ്റ്റാൻഷ്യൽ കനോപ്പി എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ നമുക്ക് സയൻസിൽ വിവരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളത് അതിന് ഒരുപാട് ആത്മാക്കളുള്ള, ആ ഭാഷയിൽ പറഞ്ഞാൽ ഒരുപാട് ആത്മാക്കളുള്ള ഒരു എൻറ്റൈറ്റിയാണ് കാട്. അതിനെ നമ്മൾ സൂക്ഷിച്ച് ഒക്കെ കൊണ്ടു നടക്കുകയാണ്. നമുക്ക് മാത്രമല്ല, വരാൻ പോകുന്ന ആൾക്കാർക്കൊക്കെ അത് കാണണ്ടേ. നമ്മൾ പോയി മല കണ്ടു എന്നാ പിന്നെ നമ്മളുടെ ഇതിൽ അവിടെ ഒരു കൂടാരം പണിതേക്കാം ഇന്നിപ്പോ ജനങ്ങൾ കാട് കൂടി എന്ന് പറഞ്ഞാല് അത് നമ്മൾ വരാൻ പോകുന്ന ആൾക്കാർക്ക് ഒരു ഐസോറായിരിക്കും. ഒരു മലയുടെ മേലിൽ കൊണ്ടുവെക്കുക. അതൊക്കെ പല പെർസ്പെക്റ്റീവിലായിരിക്കും. എൻ്റെതായിരിക്കത്തില്ല മാഡത്തിന്റെ.
ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ ബെറ്റർ ടു ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. നമ്മൾ പക്ഷെ ഇപ്പൊ കാണുന്ന ഒരു സാഹചര്യം ഇതാണ്. കാരണം നമ്മളെല്ലാം പണിഞ്ഞ് എവിടെ സ്ഥലമുണ്ടോ അങ്ങോട്ടേക്ക് പോകുന്ന ഒരുപാട് നിയമങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ കാണുന്ന ഒരു സാഹചര്യമാണ്. നാളെ കാട് ഇല്ലാണ്ടാകുമോ എന്നൊരു പേടി വരില്ലേ? മിനിമം ഫുട് പ്രിന്റ്സുകൾ ഇടുക എന്നുള്ളതാണ്. വെറുതെ നമുക്ക് കാട് കണ്ട് പോരുക. ഇപ്പം പിന്നെ നമ്മുടെ സൗകര്യങ്ങൾ അവിടെ നമ്മൾക്കൊരു എന്താണ് ഫെസിലിറ്റി ഉള്ള ഒരു ഇത് വേണമെന്ന് തോന്നുക. പിന്നെ നമുക്ക് അങ്ങനെ നമ്മുടെ ആവശ്യങ്ങൾ തീരുന്നില്ല. ആ പോയിന്റിൽ നമ്മൾ ആ ഫുട് പ്രിന്റ് ഉണ്ടാക്കുക, അവിടെ ഉണ്ടാക്കി. ഇത് ശരിക്കും വേണ്ടതാണോ എന്നുള്ളതാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്. കാട്ടിനുള്ളിൽ ഇതൊക്കെ വേണോ എന്നുള്ളത് കണ്ട് ആസ്വദിച്ച് പോന്നാൽ മതിയോ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ അതേ സൗകര്യങ്ങളിൽ പോലെ തന്നെ പോയി നിന്ന് കാട് കാണണോ എന്നുള്ളത്. അതുകൊണ്ടാണ് സ്ട്രക്ചേഴ്സുകൾ ഐസോറുകളാണ്, കാടല്ല അത്. അവിടേക്ക് നമുക്കൊരു നടവഴി ഉണ്ടാവുകയാണ്. ഒരു സ്ഥലത്തേക്ക് ഒരു വാട്ടർഫാളിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ വാട്ടർഫാളല്ല വേറൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മൾക്ക് തോന്നിയാണ് അത് സിമെന്റ് ഇട്ട വഴി വേണമെന്ന് നമ്മൾ തീരുമാനിക്കുകയാണ്. അതോ കാട് അറിഞ്ഞു പോകണോ എന്നുള്ളതും കൂടി തീരുമാനിക്കുന്നിടത്ത് ഡെവലപ്മെന്റും ഇക്കോ ടൂറിസവും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവും. അപ്പോൾ മറ്റേത് വേണം, നിങ്ങൾക്ക് കൈവരി വേണം, നടക്കണം, പോകണം, നിങ്ങൾക്ക് ബോർഡ് വേണം, നിങ്ങൾക്ക് അവിടെ ഒരു കഫറ്റീരിയ ഉണ്ടാവണം. ഇതൊക്കെ വരുമ്പോഴാണ് നിങ്ങൾ കാടിനെ കാടല്ലാണ്ടാക്കി മാറ്റുന്നത്. നമ്മൾ ഈക്കോ ടൂറിസത്തിന്റെ ഒരു സാധ്യത തന്നെ പറയുമ്പോൾ ഇപ്പൊ തെന്മല ഒരുപാട് ആളുകളെ ആകർഷിപ്പിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് എനിക്ക് തോന്നുന്ന സന്ദർശകർ എത്തുന്നു. അതിനുവേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ, സന്ദർശകരെ കൂടുതൽ എത്തുന്നതിന് വേണ്ടിയിട്ടോ. ഇപ്പോൾ നമ്മൾ അവിടെ ടെൻഡഡ് ഫെസിലിറ്റികൾ നമ്മൾ പുഴ ഒരു ലേക്ക് പോലത്തെ എടുത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ രാത്രി അവിടെ ഡാൻസിങ് മ്യൂസിക്കൽ ഡാൻസ് ഉണ്ട്, ഫൗണ്ടൻ ഉണ്ട്. അതിപ്പോൾ ലേസർ ആക്കുവാണ്. അതുപോലെ എല്ലാത്തിനെയും നവീകരിക്കുവാണ്. കൂടുതൽ ഫെസിലിറ്റികളെക്കാൾ ഉപരിയായിട്ട് ഉള്ളതിനെ നന്നാക്കി എടുക്കുക. ഡോർമെറ്ററി ആൾക്കാർക്ക് 10-70 പേർക്ക് വന്ന് താമസിച്ച് കാട് കാണാം. തെന്മലയുടെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ ഇപ്പോൾ ഈ മൃഗശല്യം എന്ന് പറയുന്ന ഒരു സാധനം അങ്ങനെ ആൾക്കാരങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അത് പേടിക്കാതെ നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് ഒരു ദിവസം കാട് കണ്ടു പോകാവുന്ന, അവിടെ മാൻ പാർക്കുണ്ട്, ബോട്ടിംഗ് ഉണ്ട്, ലിഷർ വാക്കുണ്ട്, പിന്നെ ഈ രാത്രി ഒരു ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോസ് ഉണ്ട്, അതുപോലെ ഈ മ്യൂസിക്കൽ ഡാൻസ് ഫൗണ്ടൻ ഉണ്ട്, ബട്ടർഫ്ലൈ സഫാരി പാർക്കുണ്ട്. അപ്പോൾ ഒരു ദിവസം ഒരു ഫാമിലിക്ക് എൻജോയ് ചെയ്യാൻ പറ്റാവുന്ന ഒരു 500 രൂപയുണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ 10-21 റൈഡുകൾ അഡ്വഞ്ചർ സോണിലുണ്ട്. ഇതെല്ലാം കൂടി ചെയ്ത് പോരാം. കേരളത്തിൽ മറ്റെവിടെയൊക്കെയാണ് ഇതുപോലുള്ള? കേരളത്തിലെ വനം വകുപ്പിന്റെ കീഴിൽ ഏകദേശം 72 ഡെസ്റ്റിനേഷൻസിൽ 200ഓളം പ്രോഗ്രാംസുകൾ നടത്തുന്നുണ്ട്. ഇപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അതോറിറ്റി, ബഹുമാനപ്പെട്ട വന്യജീവി വകുപ്പ് മന്ത്രി, അദ്ദേഹം അതോറിറ്റിയുടെ കാര്യമായിട്ടും വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ സാധാരണ എല്ലാ ആൾക്കാർക്കും അറിയാൻ പറ്റും എവിടേക്കാണ് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ ഉള്ളതെന്നുള്ളതും. ആൾക്കാർക്ക് പെട്ടെന്ന് ഇതിനെപ്പറ്റി അവെയർ ആവുന്ന രീതിയിലുള്ള വെബ്സൈറ്റ്, മാർക്കറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് വനംവകുപ്പ് മുന്നോട്ട് പോകുന്നുണ്ട്. ഓക്കെ, വളരെ സന്തോഷം. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടി, സിനിമാ മേഖലയുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, അതിനെ കുറിച്ച് കൂടി പറയാം. ഞാൻ കേട്ടിട്ടുണ്ട് നല്ല സുഹൃത്തുക്കൾ അവിടെയും ഉണ്ട്. ഞാൻ ചെറിയ ഷോർട്ട് ഫിലിംസുകൾ ചെയ്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ വിഡിയൽ എന്ന് പറയുന്നത്, അതായത് വിഡിയൽ എന്ന് പറഞ്ഞാൽ തമിഴില് സൺറൈസ് എന്നാണ്, സൂര്യോദയം. അപ്പോൾ ഒരു 10-20ഓളം പേരെ ഉള്ള കൊള്ളക്കാരെയാണ് ഞങ്ങൾ ആ സമയത്ത് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്നത്. അതുവരെയും കാട്ടിനുള്ളിലൊക്കെ പതുങ്ങിയും ഒക്കെ ചെയ്യുകയും ചന്ദനക്കൊള്ള, തേക്കടിയിലും ചന്ദനക്കൊള്ളയുണ്ട്, അതൊക്കെ നടത്തിക്കൊണ്ടിരുന്നവരെയൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു പ്രോഗ്രാമായിരുന്നു വിഡിയൽ എന്ന്. അതിൻ്റെ ഒരു 20 മിനിറ്റ്സിൻ്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഞാൻ പ്രമോസുകൾ ചെയ്യുന്നുണ്ട്. സിനിമയിലും ഒക്കെ അറിയാവുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും ഒരു സഹകരണവും സഹായവും ഒക്കെ ഉണ്ട്. കൂടുതൽ ഇതുപോലുള്ള ഷോർട്ട് ഫിലിം തന്നെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. ഇനി അങ്ങനെയും അല്ല, അങ്ങനെയില്ല. എനിക്ക് അങ്ങനെ സിനിമ അങ്ങനെയുള്ളതില്ല. ഇപ്പോൾ വേണുചേട്ടൻ, ക്യാമറാമാൻ വേണുചേട്ടന് അദ്ദേഹം ഗുരുസ്ഥാനീയനായിട്ടുള്ള ഒരാളാണ്. പിന്നെ റൈറ്റർ ഇന്ദു ഗോപൻ. സർ, എൻ്റെ ക്യാമറ കൈകാര്യം ചെയ്യുക, ഞാൻ ഡയറക്റ്റ് ചെയ്യണം. ആണ് ചെയ്യുന്നത്. ഈ 3 പടങ്ങൾ, 3 പ്രൊമോസുകൾ ഡയറക്റ്റ് ചെയ്യുന്നത്. ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് ഫീലിംഗ് ആണല്ലോ, ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഇതല്ലേ, എക്യുപ്മെൻ്റാണ്.
അപ്പോൾ അതൊരു മോർ ലൈക്ക് കോർഡിനേഷനാണ്. ഏറ്റവും നല്ല ആൾക്കാരൊക്കെ കൊണ്ടുവരിക, ചെയ്യുക. നമ്മുടെ മനസ്സിലുള്ള സിനിമ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലുള്ള കഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഉള്ളത്. ഒരു സിനിമയിലേക്ക് പോകുമോ ഇനി? അങ്ങനെയൊന്നുമില്ല, സിനിമ അങ്ങനെയൊന്നും തീരുമാനിച്ചിട്ടില്ല. അങ്ങനെയൊന്നും ഉള്ളതൊന്നും. ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ്. സുഹൃത്തുക്കളൊക്കെ ഉള്ള ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ഉള്ള മേഖലയാണ്. അപ്പം എങ്കിലും ഒരു വിടിയിൽ വളരെയധികം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഷോർട്ട് ഫിലിം ആയതുകൊണ്ട് കൂടുതൽ ഇത്തരം കാര്യങ്ങൾ ചില ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ മറ്റൊരു സിനിമയോ അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനമുണ്ട്. എനിക്ക് താല്പര്യമുള്ളതാണ്. പക്ഷെ ജോലിയും ഒക്കെ കൂടി എല്ലാം കൂടി ഒരുമിച്ച് പോയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എങ്കിലും നമുക്ക് അവസാനമായി ഒരു പരിപാടിയിൽ സാറിന് കൊടുക്കാനുള്ള ഒരു മെസ്സേജ് എന്താണ് നമ്മളുടെ ജനങ്ങളോട്, ഒരു ഇക്കോ ടൂറിസം ഡയറക്ടർ എന്ന നിലയിൽ? നിങ്ങൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യമേ ഉള്ളൂ, പൊല്യൂട്ട് ചെയ്യാതിരിക്കുക. ഈ വളരെ മനോഹരമായ ഭൂമിയാണ്, നല്ല സ്ഥലമാണ്, കാടുണ്ട്, കായലുണ്ട്, കടലുണ്ട്. ഇവിടെ ഒന്നും കൊണ്ടുപോയി ഒന്നും ഇടാതിരിക്കുക. കൊണ്ടുപോകുന്ന സാധനങ്ങൾ അതുപോലെ തന്നെ വീട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവരിക നിങ്ങളുണ്ടെങ്കിൽ. അത് മാത്രം ചെയ്താൽ മതി, വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. ഇത് നാട് മനോഹരമായി കിടക്കും. ഇവരുടെ ആരുടെയെങ്കിലും ഭാഷ ഇടയ്ക്ക് ഇപ്പൊ മനസ്സിലാവുന്നുണ്ടോ? പക്ഷിമൃഗാദികളുടെയോ കാടിന്റെയോ കാട്ടിന്റെ മക്കളുടെയോ? അടുത്ത് നിന്ന് കണ്ടിട്ടുണ്ട്, കാണാൻ. ഇത് മാത്രമല്ല, പല ഇതിലൊക്കെ മന്നന്മാരുടെ കൂടെ പോകുമ്പോഴൊക്കെ അവര് ആനയെ ഉണ്ടല്ലോ എല്ലാവരും പറയുന്നതൊക്കെ. പിന്നെ ഇത് നിങ്ങൾ അങ്ങനെ വിശ്വസിക്കുകയാണെങ്കിൽ വളരെ രസകരമാണ്. ഇതിനൊക്കെ അനലിറ്റിക്കലായിട്ടൊക്കെ ചിന്തിക്കുകയും ഇതൊന്നും ഇല്ല എന്നൊക്കെ പറയുകയും ചെയ്താൽ അങ്ങനെയും നിങ്ങൾക്ക് അതിനെ കാണാം. എനിക്ക് കുറച്ച് എഴുതാനും ഒക്കെ താല്പര്യമൊക്കെ ഉള്ളത് കൊണ്ട് ഞാനിതിനെ ആ രീതിയിലാണ് കാണുന്നത്. വളരെ സന്തോഷം. എന്തായാലും അവർക്കൊരു ഭാഷയുണ്ട്, അവർക്കൊരു സംഗീതം. അത് ഞാൻ ചോദിച്ചു, സംഗീതം ഈ കാട്ടിലെ മക്കൾക്കൊരു സംഗീതമുണ്ട് അല്ലേ? കാടിനൊരു സംഗീതമുണ്ട് എന്ന് പറയും. കാടിന് സംഗീതം അറിയണമെങ്കിൽ നിങ്ങൾ കണ്ണടച്ചിട്ട്, എൻ്റെ അടുത്ത് എന്നെ ഒരാൾ പഠിപ്പിച്ച പുഴ ഒഴുകുന്ന പുഴയാണ്, സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. അയാൾ പറഞ്ഞു, ഒരു നിമിഷം സംസാരം നിർത്തൂ, നിങ്ങൾ നിങ്ങളുടെ കണ്ണടയ്ക്കൂ, കാടിനെ കേൾക്കൂ, അപ്പോൾ പുഴയുടെ സംഗീതം കേൾക്കാം. എല്ലാം പതുക്കെ 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 ഒരു കോറസ് പോലെ ഇതിങ്ങനെ വരുന്നത് നമുക്ക് കേൾക്കാം. അതുകൊണ്ട് അല്ലാതെ വർത്താനം പറഞ്ഞ് നമ്മൾ അന്തരീക്ഷത്തെ പൊല്യൂട്ട് ചെയ്യാതിരുന്നാൽ മതി. കാടിനെ കേൾക്കുമ്പോൾ ഞാൻ ഏതോ ഒരു ഇതിൽ പറയില്ലേ, കാട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തിരുന്ന ആള് കാട് മനോഹരമല്ലേ എന്നൊക്കെ ചോദിച്ച് വർണ്ണിക്കാൻ തുടങ്ങുമ്പോൾ അയാൾ പറയും, മിണ്ടാതിരിക്കൂ, കാട് ശ്രമിക്കൂ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ എന്തായാലും വളരെ സന്തോഷമുണ്ട്. കുറേ കാര്യങ്ങൾ നമ്മളുമായിട്ട് പങ്കുവെച്ചു. അപ്പോൾ നമ്മളോടൊപ്പം ഇത്രയും നേരം ഉണ്ടായിരുന്നത് ശ്രീ രാജു ഫ്രാൻസിസ് IFS ആണ്. അദ്ദേഹം ഇക്കോ ടൂറിസത്തിന്റെ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിന് കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിന്റെ നന്ദി അറിയിക്കും.